कृष्ण हरे हरे जानकीकान्तस्मरणं जय जय राम राम गन्धं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखं वन्दे वाल्मीकिकोकिलं गोष्पदीकृतवाराशिं मशकीकृतराक्षसं रामायण महामालार्कं वन्दे अनिलात्मजं सीतारामगुणग्राम पुण्यारण्यविहारिणौ वन्दे विशुद्धविज्ञानौ कवीश्वरकपीश्वरौ वन्दे विशुद्धविज्ञानौ कवीश्वरकपीश्वरौ सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेषु विश्वरूपं नमामि तुञ्जत्तेळुमर्यपादं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेषु विश्वरूपं नमामि तुञ्जत्तेळुमर्यपादं श्लोकसारजलाकीर्णं सर्गकल्लोलकण्डुलं काण्डग्राममहामीनं वन्दे रामायणार्णवं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः अपराजिता पिङ्गाक्षा नमस्ते रामपूजिता प्रस्थानं च करिष्यामि सिद्धिर्भवतु मे सदा എല്ലാ ഗുരുജനങ്ങൾക്കും നമസ്കാരം. തിരുവമ്പാടി കണ്ണന്റെ അനുഗ്രഹ വിശേഷത്താൽ നടന്നു വരുന്ന ഈ കർക്കിടക മാസ രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്നത്തെ വിഷയം അഗസ്ത്യ മഹർഷിയുടെ ആഗമനം, പിന്നെ അദ്ദേഹം ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഉപദേശിക്കുന്ന ആദിത്യ ഹൃദയം എന്ന മഹാമന്ത്രം. രാമായണം ഒരു വലിയ സാഗരമാണ്. അതുകൊണ്ടാണ് ആരംഭത്തിൽ തന്നെ ഈ പ്രാർത്ഥനാ ശ്ലോകത്തിൽ ശ്ലോകസാര ജലാകീർണം സർഗകല്ലോല കണ്ഡുലം കാണ്ഡഗ്രാഹ മഹാകീനം വന്ദേ രാമായണ അർണവം എന്ന് സൂചിപ്പിച്ചത്. രാമായണം എന്ന മഹാസാഗരത്തിനെ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇനി പൂർവകഥയെ ഇന്നലെ എവിടെ അവസാനിപ്പിച്ച് നിർത്തിയെന്ന് ഏകദേശം ഒരു ധാരണ വേണം. അപ്പോൾ പൂർവകഥയിലെ ലക്ഷ്മണസ്വാമി ഇന്ദ്രജിത്തിന്റെ വധം, ഇന്ദ്രജിത്തിനെ വധിച്ച കാര്യമാണ് ഇന്നലെ അവസാനിപ്പിച്ച് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ ജയിച്ചാലാണ്. ആ ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്ത് രാവണന്റെ മകനാണ്. ധാരാളം ഐന്ദ്രജാലിക വിദ്യകളൊക്കെ അറിയാം. മായായുദ്ധം നടത്താൻ അധികമൻ ഇന്ദ്രജിത്ത്. അതുകൊണ്ട് എവിടെയാ ഇന്ദ്രജിത്ത് നിൽക്കണം തന്നെ അറിയാൻ പറ്റുന്നില്ല. ആ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണസ്വാമി ഇന്ദ്രന്റെ അസ്ത്രം അഥവാ ഐന്ദ്രേയാസ്ത്രം പ്രയോഗിച്ചതാണ് വധിക്കുന്നത്. അപ്പൊ ഈ ഐന്ദ്രേയാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഇന്ദ്രനെ ജയിച്ച ആളുടെ നേരെ എങ്ങനെയാ ഐന്ദ്രേയാസ്ത്രം പ്രയോഗിച്ച് ജയിക്കാൻ പറ്റുക എന്നൊക്കെ സംശയം വരാം. അതാണ് ഇന്നലത്തെ അതുകൊണ്ടാണ് ഇന്നലത്തെ ആചാര്യൻ അത് വളരെ വ്യക്തമാക്കിക്കൊണ്ട് അവസാനിപ്പിച്ച് കൺക്ലൂഡ് ചെയ്തത്. അതെന്താ വെച്ചാല് വെറുതെ ഒരു ഐന്ദ്രേയാസ്ത്രം അങ്ങോട്ട് വിടുകയല്ല ചെയ്തത്. ഐന്ദ്രേയാസ്ത്രം അങ്ങോട്ട് ലക്ഷ്മണസ്വാമി ഇന്ദ്രജിത്തിനെ നേരെ വിടുന്നതിന് മുമ്പ് അസാമാന്യമായ ഒരു ശ്ലോകം ജനിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ശ്ലോകസാര ജലാകീർണം എന്നുള്ള ശ്ലോകം തന്നെ എടുത്ത് ശ്ലോകസാര ജലാകീർണം. നമ്മൾ പ്രത്യക്ഷത്തില് കാണുന്ന പോലെ ഒരു ദശരഥന്റെ പുത്രൻ ശ്രീരാമൻ, അദ്ദേഹം സീതയെ വേണ്ടു, രാവണൻ സീതയെ കട്ടുകൊണ്ട് പോയി, ശ്രീരാമൻ രാവണനെ യുദ്ധത്തില് വധിച്ച് സീതാദേവി തിരിച്ചു കൊണ്ടുവന്നു കാണാൻ ആ അത്ര ലളിതമല്ല കഥകൾ. അതുകൊണ്ടാണ് ശ്ലോകസാര ജലാകീർണം.
അപ്പൊ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായ ശ്ലോകം ഏതാ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ പറയുമ്പോൾ അതായത് സുമിത്ര പറഞ്ഞില്ലേ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം എന്നൊക്കെ പറഞ്ഞ ശ്ലോകം ഉണ്ടല്ലോ. അതേപോലെ തന്നെ അതെങ്ങനെയാണോ സുമിത്ര വനത്തിലേക്ക് പോകുമ്പോൾ ലക്ഷ്മണസ്വാമിയോട് പറഞ്ഞത്, അതേപോലെ ഈ സുമിത്ര ആത്മജൻ സുമിത്രയുടെ പുത്രനായ ഈ ലക്ഷ്മണസ്വാമി ഈ അസ്ത്രം ഐന്ദ്രേയ അസ്ത്രം ഇന്ദ്രജിത്തിന്റെ നേരെ അയക്കുമ്പോൾ ഇതേപോലെ ഒരു പ്രശസ്തമായ ഒരു ശ്ലോകം ചൊല്ലി അയക്കും. പിന്നെ നിർത്തിയിലെ അത്ര എങ്ങനെയാണോ ഈ മാംവിദ്ധി ജനകാത്മജം രാമം ദശരഥവിദ്ധി മാംവിദ്ധി ജനക ആ ശ്ലോകം പോലെ അത്ര തന്നെ പ്രശസ്തമായ ഒരു ശ്ലോകമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതിന്റെ ശ്ലോകത്തിന് അസാമാന്യമായ സാരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ ജീവിതത്തിൽ പല സന്ദർഭം ഉണ്ടാവും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ കൂടി ഒരു അന്തല്ലായി എന്താ വേണ്ടത്, ഏതാണ് ശരിയായ മാർഗം എന്ന് അറിയാത്ത ഒരു ചുറ്റുപാട് വരാം എല്ലാവർക്കും ജീവിതത്തിൽ വരും. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ലക്ഷ്മണസ്വാമിക്ക് അത്തരത്തിലൊരു ചുറ്റുപാട് വന്നു. എന്താ വെച്ചാല് ഇന്ദ്രജിത്തിനെ കാണാനില്ല. അയാള് കാർമേഘങ്ങളുടെ ഇടയ്ക്കൊക്കെ നിന്ന് ചുറ്റും മായാജാലം കൊണ്ട് ഹിമം മഞ്ഞിനെ കൊണ്ട് മൂടപ്പെട്ടിട്ട് എവിടത്തൊക്കെയാണ് അസ്ത്രങ്ങൾ വരുന്നത്. അപ്പൊ ഇയാൾ എവിടെ നിന്നിട്ട് അയാളെ കണ്ടാലല്ലേ അസ്ത്രം ഇരിക്കാൻ പറ്റുള്ളൂ. കാണാത്ത രീതിയിൽ മറന്നു നിന്ന് അസ്ത്രങ്ങൾ അയ്യുന്ന ഇന്ദ്രജിത്തിന് നേരെ ഐന്ദ്രയാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ലക്ഷ്മണസ്വാമി ഒരു ശ്ലോകം കൂടെ പറഞ്ഞു. ആ ശ്ലോകം ഈ രാമം ദശരഥം വിദ്ധി എന്നുള്ള ശ്ലോകം മാതിരി തന്നെ അത്ര പ്രശസ്തമായ ഒരു ശ്ലോകമാണ്. അതാണ് ബ്രഹ്മാത്മാ സത്യസന്ധശ്ച രാമോ ദാശരഥീതി പൗരുഷേച്ച അപ്രതിദ്വന്ദ്വ ശരൈനം ജഹി രാവണം ശരൈകം ജഹി രാവണ്യം എന്നാണ്. ഇവിടെ രണ്ടും ദശരഥന്റെ പുത്രൻ ദാശരഥി അതായത് ശ്രീരാമചന്ദ്രസ്വാമി, രാവണന്റെ പുത്രൻ രാവണി അതായത് ഇന്ദ്രജിത്ത്. പേര് പറയാനാണ് അവിടുത്തെ ശ്രീരാമചന്ദ്രസ്വാമി എന്ന് പേര് പറയില്ല, ഇവിടെ രാവണൻ എന്ന് പേര് പറയില്ല. പക്ഷെ രാവണന്റെ പുത്രനായ രാവണിയായ ഇന്ദ്രജിത്തിനെ ഈ ശരം ഞാൻ അയക്കാൻ പോകുന്നു, ഈ ശരം പോയിട്ട് ഇല്ലാതെയാക്കട്ടെ. ഇല്ലാതെയാക്കാൻ ഒരു കണ്ടീഷൻ. എന്താ കണ്ടീഷൻ വെച്ചാല് യതി ദാശരഥി ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രസ്വാമി ധർമാത്മാവും സത്യസന്ധനും ആണെങ്കിൽ, ദാശരഥിയായ ശ്രീരാമചന്ദ്രസ്വാമി ധർമാത്മാവും സത്യസന്ധനുമാണെങ്കിൽ പൗരുഷൻ കൊണ്ട് അപ്രതിദ്വന്ദ്വൻ, ഇനി ഒരാള് പൗരുഷം കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ കവച്ചു വെക്കാനില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ ഈ ശരം പോയി രാവണന്റെ പുത്രനായ ഇതൊന്നുമല്ല ധർമാത്മാവല്ലാത്ത സത്യസന്ധനല്ലാത്ത ഈ രാവണനെ പോയിട്ട് വധിച്ചിട്ട് വരട്ടെ എന്നൊരു ശ്ലോകം ചൊല്ലിട്ടാണ് ഇവിടുന്ന് ഐന്ദ്രയാസ്ത്രം പോകുന്നത്. അപ്പൊ ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഭ്രമം ഒക്കെ പെടുന്ന ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത വരുമ്പോ അങ്ങനത്തെ ഒരു സന്ദർഭം ജീവിതത്തിൽ എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും വരേണ്ടി വരും. അങ്ങനെ വന്നിട്ടുണ്ടാവാം. അപ്പൊ ചെല്ലേണ്ട ശ്ലോകമായിട്ട് ആചാര്യന്മാർ പറയാറുണ്ട്. ധർമാത്മാ സത്യസന്ധശ്ച രാമോ ദാശരഥീതി പൗരുഷേച്ച അപ്രതിദ്വന്ദ്വ ശരൈനം ജഹി രാവണം രാവണി. ഇവിടെ യുദ്ധകാണ്ഡത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ്. യുദ്ധകാണ്ഡത്തിലെ അനവധി ശ്ലോകമുണ്ട്. യുദ്ധകാണ്ഡം തന്നെ വളരെ വലിയൊരു കാണ്ഡമാണ്. ചില യുദ്ധകാണ്ഡത്തിലെ ചില സർഗങ്ങൾ 100 വീത ശ്ലോകങ്ങളുള്ള സർഗങ്ങളൊക്കെ ഉണ്ട്. അതില് വളരെ പ്രധാനപ്പെട്ട ഈ ശ്ലോകമാണ്. ഇന്നലെ നമ്മുടെ പൂർവ്വകഥയില് ഇന്നലെ ഇന്ദ്രജിത്തിനെ ആ ശരം പോയി ഇന്ദ്രജിത്തിനെ വധിച്ചു. ഇന്ദ്രജിത്ത് എവിടെയാന്ന് പോലും അറിഞ്ഞൂടാ. ആ ഇന്ദ്രജിത്തിനെ പോയി വധിച്ചിട്ട് വന്നു. അത്ര ശക്തമായ ഈ ശ്ലോകം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ഇന്നത്തെ ആചാര്യൻ അത് അവസാനിപ്പിച്ചു നിർത്തിയത്. ഇനി ഇപ്പോൾ ഇന്നത്തെ കഥകളിലേക്ക് വരാം. ഇന്ന് വളരെ വിശേഷ ദിവസമാണ്. കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല ഇന്നലെ ആവണിയൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ കൂടി പൗർണമി ഉണ്ടായിരുന്നു. പക്ഷെ 2 നാഴികയോളം ഇന്ന് ഗായത്രി ജപം ഒക്കെ കഴിഞ്ഞ ദിവസം മിക്കവാറും എല്ലാവരും തന്നെ സഹസ്രാവർത്തി എന്ന് പറഞ്ഞാൽ 1008 പ്രാവശ്യം ഗായത്രി ജപിച്ച്. ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂര്യദേവനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, സാവിത്രി എന്നാണ് ശരിക്കും. ഗായത്രി അതിന്റെ മീറ്ററാണ്. മീറ്റർ എന്ന് പറഞ്ഞാൽ
അതിന്റെ ഛന്ദസ് ഏതിലാണ് നമ്മൾ അനുഷ്ടുപ്പ് ഇന്ദ്രവ്രജ ശാർദൂല വിക്രീഡൻ എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ അതിന്റെ ഒരു മീറ്ററാണ് ഈ ഗായത്രി എന്നുള്ളത്. ആ സാവിത്രി സവിതാവിനോടുള്ള ഈ മന്ത്രം ചൊല്ലി എല്ലാവരും വളരെ പൂരിതമായിട്ട് നിൽക്കുന്ന ഒരു കാലമാണ്. ഈ ഗായത്രി എന്ന മഹാമന്ത്രത്തിനെ ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ ഈ മഹാമന്ത്രത്തിന്റെ ദേവത സൂര്യനാണെന്ന് പറഞ്ഞല്ലോ. ഇന്ന് നമുക്ക് അനുസ്മരിക്കേണ്ട വിഷയം ആദിത്യ ഹൃദയം. കാരണം ഇവിടെ കഴിഞ്ഞു നിൽക്കുന്നത് ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടു, ലക്ഷ്മണസ്വാമിയാണ്. ഇനി ആരും ഇല്ല യുദ്ധത്തിന് പറഞ്ഞേക്കാം. രാവണൻ ഇങ്ങനെ അങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട്. അത് പോകുന്ന കുംഭകർണന്റെ അടക്കം വധം കഴിഞ്ഞു. പോകുന്നവരൊക്കെ യുദ്ധത്തിന് പോവുക, അതിപ്രശസ്തന്മാരായ രാക്ഷസന്മാരാരും തിരിച്ചു വരുന്നില്ല. മാത്രമല്ല ലങ്കയുടെ ഒരു മുക്കാൽ ഭാഗവും വാനരസേന തകർത്തു കഴിഞ്ഞു. ഇനിയിപ്പോ ഒരാളെ യുദ്ധത്തിന് പോകണം, അത് രാവണനാണ്. അപ്പൊ രാവണനാണെങ്കിൽ അപ്പോഴും ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു നോക്കി, ഇങ്ങനെ ഗച്ഛാമി ജാനാമി, യുദ്ധം കൊണ്ട് തളർന്നിരിക്കുകയാണ്, പോയിട്ട് വരും, നാളെ സീതാദേവിയെ തിരിച്ചേൽപ്പിച്ചാൽ യുദ്ധമൊക്കെ നിർത്താം. ഈ സാമദാന ഭേദദണ്ഡങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു സ്വാമി, ശ്രീരാമചന്ദ്രസ്വാമി ഉപദേശിച്ചു കൊടുത്തു. ഞാൻ എന്തിനാ എന്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയത്, അത് തിരിച്ചേൽപ്പിച്ചാൽ നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം. ഇങ്ങനെ കുറെ രാക്ഷസന്മാരെയും ഇപ്പോഴത്തെ കുറച്ച് വാനരന്മാരെയും കൊല്ലൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് തീർക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ രാവണന്റെ അഹന്ത, ഈഗോ, ഇതൊക്കെ കൊണ്ട് രാവണനൊന്നും തോന്നിയില്ല. അപ്പം പിറ്റേ ദിവസം യുദ്ധത്തിന് വരികയാണ്. ആ യുദ്ധത്തിന് വരുന്ന സന്ദർഭമായതുകൊണ്ട് ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമിക്ക് അഗസ്ത്യ മഹർഷിയെ വന്നിട്ട് ആദിത്യ ഹൃദയം ഉപദേശിക്കുന്ന ഒരു മഹത്തായ സന്ദർഭമാണ് അത്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഗായത്രി മഹാമന്ത്രം ജപിക്കുന്ന ദിവസമായതുകൊണ്ട്. അതുമാത്രമല്ല, ഇന്നത്തെ ഒരു പ്രത്യേകത ഈ ശ്രാവണ പൗർണമി. ഇന്ന് രാവിലെ കുറച്ചു നേരത്തേക്ക് പൗർണമി ഉണ്ടായിരുന്നല്ലോ. ഈ ശ്രാവണ പൗർണമിയാണ് ദേശീയ സംസ്കൃത ദിനമായിട്ട് കൊണ്ടാടുന്നത്. ഇന്നാണ് നാഷണൽ സാൻസ്ക്രിറ്റ് ഡേ. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഇപ്പൊ നമ്മുടെ രാമായണം കർക്കിടക മാസം രാമായണ മാസമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നു. അതിനൊക്കെ കാരണം വാൽമീകി മഹർഷി ആദ്യം സംസ്കൃതത്തില് രാമായണം എഴുതി. രാമായണം എഴുതിയതിനു ശേഷം പിന്നീട് ഈ ഇത്തരം 24,000 ശ്ലോകങ്ങളൊക്കെ നമുക്ക് അനുസ്മരിക്കാൻ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് പിന്നീട് 4,000 ശ്ലോകങ്ങള് അധ്യാത്മരാമായണം എഴുതപ്പെട്ടു. ആ 4,000 ശ്ലോകങ്ങളുടെ അധ്യാത്മരാമായണമാണ് തുഞ്ചത്ത് ആചാര്യൻ ഇവിടെ എല്ലാ ദിവസവും അനുസ്മരിച്ചു വരുന്ന തുഞ്ചത്ത് ആചാര്യന്റെ ഈ അധ്യാത്മരാമായണമായിട്ടാണ് ഇവിടെ അനുസ്മരിച്ചു വരുന്നത്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് തുഞ്ചത്ത് ആചാര്യന്റെ ആദിത്യ ഹൃദയം അതിലെ അതിസുന്ദരമായി, അത് മലയാളമാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് അർത്ഥം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരികയില്ല. പക്ഷെ അത് വായിച്ച് നമുക്ക് സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇന്ന് ദേശീയ സംസ്കൃത ദിനമായതുകൊണ്ട് നമുക്ക് സാക്ഷാൽ വാൽമീകി രാമായണത്തിലെ ആദിത്യ ഹൃദയം എങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അതിൽ അതിവിശിഷ്ടമായ ശ്ലോകങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് അതിവിശിഷ്ടം എന്ന് പറഞ്ഞു വെച്ചാൽ അതിന് ഈ ആദിത്യ ഹൃദയം എന്നുള്ളത് എങ്ങനെയാണോ ശ്രീമദ് ഭാഗവതത്തില് ഷഷ്ഠസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായമായിട്ട് നാരായണഗൗര്യം എഴുതപ്പെട്ടിരിക്കുന്നത്, അതേപോലെ എങ്ങനെയാണോ അവിടെ നാരായണഗൗര്യം ശ്രീമദ് ഭാഗവതത്തിലുള്ളത്, അതേപോലെ രാമായണത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു അമൂല്യ മുത്താണ്, രത്നമാണ് ഈ ആദിത്യ ഹൃദയം എന്ന സ്തോത്ര രത്നം. അവിടെ ശ്രീമദ് ഭാഗവതത്തിലെ നാരായണഗൗര്യം അവസാനിക്കുമ്പോൾ വളരെ ശബദപൂർവമായ പ്രാർത്ഥനകൾ വരും. ഇപ്പൊ ഇന്ന് പകലാണെങ്കിൽ, ഇന്ന് രാത്രിയാണെങ്കിൽ, ഇന്ന് വൈകുന്നേരം 7:15 മണി സമയമാണെങ്കിൽ ഈ മന്ത്രം കൊണ്ട് ജപിച്ചിട്ട് ഈ ലോകത്തിന് മുഴുവൻ ആധാരമായത് ശ്രീമദ് നാരായണനാണെങ്കിൽ എന്നൊക്കെ ശബദപൂർവമായ പ്രാർത്ഥനകൾ നാരായണഗൗര്യത്തിൽ വരും. അതേപോലെ ഇവിടെ വളരെ ശബദപൂർവമായ പ്രാർത്ഥനകളുണ്ട് അവസാനം. അപ്പൊ അങ്ങനെ ഒരുപാട് സാമ്യത നാരായണഗൗര്യവും ഇവിടെ ഈ ഇതിന്റെ അകത്ത് ഇവിടെ വരുന്ന ആദിത്യ ഹൃദയം തമ്മിലുണ്ട്. അതുകൊണ്ട് സമയ സൗകര്യം പോലെ നമുക്ക് ഈ ഒത്തുചേർന്നുകൊണ്ട് തുഞ്ചത്ത് രാമാനുജൻ ആചാര്യന്റെ അധ്യാത്മരാമായണത്തിലുള്ള ആദിത്യ ഹൃദയം, അതിന്റെ ഒപ്പം തന്നെ സാക്ഷാൽ വാൽമീകി രാമായണത്തിലുള്ള സംസ്കൃതത്തിലുള്ള ആദിത്യ ഹൃദയവും ഒന്നിച്ചു ചേർത്ത് ഈ ഗായത്രി ജപ ദിവസം അനുസ്മരിക്കാൻ അമ്പാടി കണ്ണൻ നമ്മൾ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹം നമ്മുടെ മനസ്സ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ ആദിത്യ ഹൃദയം സ്തോത്രത്തിലേക്ക് കടക്കാം. ആദ്യം അഗസ്ത്യരെ ആഗമനം എങ്ങനെയാണ് എന്ന്
പറയണല്ലോ അഗസ്ത്യൻ എങ്ങനെയാണ് വന്നതെന്ന്. അഗസ്ത്യൻ എന്നത് ഭഗവാൻ തോന്നിപ്പിച്ചിട്ടാണ് വന്നത്. ഭഗവാൻ തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദേവന്മാരെല്ലാവരും കൂടി അവിടുന്ന് ദേവന്മാരെ, യക്ഷന്മാരെ, കിന്നരന്മാരെ, ഗന്ധർവന്മാരെ ഇവരെല്ലാവരും യുദ്ധം കാണുകയാണ്. കാരണം രാവണയോ യുദ്ധം, രാവണയോ ഇവ. അതെങ്ങനെ ഉണ്ടായിരുന്നു? രാമനും രാവണനും തമ്മിൽ യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനെ അനന്വയം, അതിനു വേണ്ടിയുള്ള അലങ്കാരം ഉണ്ടാക്കി. അതെങ്ങനെയാണ് ഇങ്ങനെ അതുപോലെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. രാമരാവണന്മാരുടെ യുദ്ധം രാമരാവണന്മാരുടെ യുദ്ധം പോലെ തന്നെ. അതിനെ അന്വയമായി അതിനൊരു ഉപമ പറയാൻ വേറൊന്നുമില്ല എന്ന്. അതുകൊണ്ട് അത്ര അതിഗംഭീരമായ ആ യുദ്ധരംഗം കണ്ടുകൊണ്ട് ദേവന്മാരെല്ലാവരും നിൽക്കുന്നു, മഹർഷിമാരെല്ലാവരും നിൽക്കുന്നു. ആ സന്ദർഭത്തില് സൂര്യദേവൻ തന്നെ അഗസ്ത്യ മഹർഷിയോട് പോയിട്ട്, മഹർഷി, താങ്കള് ആരണ്യകാണ്ഡത്തിൽ തന്നെ ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിച്ച് നമസ്കരിച്ചൊക്കെ ആണല്ലോ. പഞ്ചവടിയിൽ കുടിൽ വേണ്ടി താമസിക്കാൻ ശ്രീരാമചന്ദ്രസ്വാമിയോടും സീതാദേവിയോടും പറഞ്ഞു തന്നെ കാണാം. ആദ്യം വന്ന് അങ്ങനെ നമസ്കരിച്ചിട്ടാണ് ഇവര് കാട്ടിലെ ദണ്ഡകാരണ്യത്തിലേക്ക് വന്നിരിക്കണേ. അപ്പൊ അങ്ങേക്ക് നല്ല പരിചയമുണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ. അപ്പൊ ഈ ഒരു രംഗത്തില്, ഈ യുദ്ധരംഗത്തില് രാവണന്റെ വധത്തിന് തൊട്ട് മുമ്പ് അങ്ങനെ പോയിട്ട് ആദിത്യ ഹൃദയം ഉപദേശിക്കൂ എന്ന് പറയാണ്. അപ്പൊ അന്ന് എന്താ ഉണ്ടായത്? ആരണ്യകാണ്ഡത്തിൽ എന്താ ഉണ്ടായത്? ശ്രീരാമചന്ദ്രസ്വാമി പല പല മഹർഷിമാരെയും, രാമായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഏതോ കുറച്ച് യുദ്ധത്തിന്റെ കഥ മാത്രമല്ല. ഇതിലെ അസുരന്മാരുടെ നിഗ്രഹത്തെ, രാക്ഷസന്മാരെ ഹനിച്ചതിനേക്കാൾ കൂടുതൽ മഹർഷിമാരുടെ മണ്ഡലത്തിന്റെ അനുഗ്രഹത്തിന്റെ വാക്കുകളാണ് കൂടുതൽ. നിങ്ങൾ രാമായണം മുഴുവൻ ബാലകാണ്ഡം മുതൽ ശ്രദ്ധിച്ചാൽ കാണാം. ആദ്യം തന്നെ വസിഷ്ഠരെ കാണാം, പിന്നെ വിശ്വാമിത്രരെ കാണും, ഇങ്ങനെ ഋഷിമാരുടെ. പിന്നെ അഹല്യാശ്രമത്തിൽ പോയാൽ ഗൗതമ ഋഷി, അഹല്യയുടെ ശാപമോക്ഷം. അത് കഴിഞ്ഞാൽ വിവാഹത്തിനായിട്ട് ജനകന്റെ കൊട്ടാരത്തിൽ പോകുന്ന ഈ ജനകൻ തന്നെ ഒരു മഹർഷിയാണ്. നിവി വംശം തന്നെ മഹർഷിമാരൊക്കെ. അതാണോ നിവി നവയോഗി സംവാദം കണ്ടത്, ഭാഗവത്തിൽ വരും. അവരുടെ കുലഗുരുവായ സദാനന്ദൻ വേറൊരു മഹർഷി. ഈ ജനക മഹാരാജാവ് സീതാദേവിയുടെ അച്ഛൻ യാജ്ഞവൽക്യന്റെ ശിഷ്യനാണ്. അത്ര എളുപ്പത്തിലുള്ള ഒരാളെന്നല്ല ജനകം, അദ്ദേഹം തന്നെ മഹർഷി. അങ്ങനെ ചുരുക്കത്തിലെ രാമായണം എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരുടെ നിഗ്രഹത്തിന്റെ കഥ മാത്രമല്ല, മഹർഷിമാരുടെ അനുഗ്രഹ ആശീസ്സുകളുടെ വാക്കുകളാണ്. അപ്പൊ നമ്മളങ്ങനെ വരുമ്പോ ആദ്യം അനവധി മഹർഷിമാരെ, അതായത് വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഭരദ്വാജൻ, ഋഷിശൃംഗൻ, ഗൗതമൻ, സദാനന്ദൻ, സുധീഷ്ണൻ, അത്രി, ഇത്രയും കഴിഞ്ഞിട്ടാണ് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വരുന്നത്. അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം അഗസ്ത്യ മഹർഷിയുടെ അനുജനെ പോയി കാണും. അഗ്നിജിത്വൻ, അദ്ദേഹമാണ് കാണിച്ചു കൊടുക്കുക, എന്റെ ഏട്ടനൊരാളുണ്ടെന്ന്. അപ്പൊ അവിടെ പോയി അഗസ്ത്യ മഹർഷിയെ, അവിടെ ഒന്ന് രണ്ട് ചെറിയ കഥകളുണ്ട്, അതിലേക്ക് വരാം. പക്ഷെ ആദ്യം അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിച്ച് നമസ്കരിക്കുന്ന ഭാഗം കുഞ്ചത്താചാര്യന്റെ വരികളായ അർത്ഥം പറയേണ്ട ബുദ്ധിമുട്ടില്ല, മലയാളമാണ്. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് സംസ്കൃതം വാക്കൊക്കെ വരും, അതൊന്നും സാരില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ആ ഭാഗം ഒന്നും പറയാം. അഗസ്ത്യ മഹർഷി ആദ്യ ദർശനത്തില് ആരണ്യകാണ്ഡത്തില് ശ്രീരാമചന്ദ്രസ്വാമിയെ കാണുമ്പോൾ തൊഴുത് നമസ്കരിക്കുകയാണ്. ആ അഗസ്ത്യ മഹർഷിയാണ് പിന്നീട് വന്നിട്ട് ആദിത്യ ഹൃദയം ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ചേർത്ത് വെച്ച് കണ്ടുകൊണ്ട് പോവാം. അപ്പൊ ആരണ്യകാണ്ഡത്തില് അത് അഗസ്ത്യ മഹർഷി പോയി ശ്രീരാമചന്ദ്രസ്വാമിയും സീതാദേവിയും ലക്ഷ്മണസ്വാമിയും കൂടി വരുമ്പോ അതാ കണ്ട് നമസ്കരിക്കുകയാണ്. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യ അമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കൽ സാരം നിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ വഴി? മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കഥാശ്രവണം വേണം. ഇങ്ങനെ ആരെങ്കിലും ഒരു രാമായണ മാസം ഒക്കെ എവിടെയെങ്കിലും ആർപ്പാടാക്കണമെങ്കിൽ അവിടെ പോയിരിക്കുക. അപ്പൊ കഥാശ്രവണം നടക്കും. ആ കഥാശ്രവണം നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഭക്തി അകത്തേക്ക് വന്നോളും. പതുക്കെ പതുക്കെ അകത്ത് ഭക്തി സ്ഫുരിക്കും. ആ ഭക്തി അകത്ത് പറഞ്ഞത് പതുക്കെ പതുക്കെ ജ്ഞാനത്തിൽ കൊണ്ടെത്തിക്കും. ഭക്തി കൊണ്ട് ജ്ഞാനത്തിലെത്തി ആ ജ്ഞാനം കൊണ്ട് മാത്രമേ ഈ കാണുന്നത് മുഴുവൻ മായയാണെന്നും ഇതല്ലാതെ മാറിട്ട് നിൽക്കുന്ന ഒരു പുരുഷനുണ്ടെന്നും അവിടെ അടയേണ്ട ഒരു പദമുണ്ടെന്നും അതാണ് നമുക്ക് പരമമായ മോക്ഷം എന്നാണെങ്കിൽ ഇതല്ലാതെ അന്യപന്ഥ വിദ്യതേ അയനായ
മോക്ഷത്തിന് ഇതല്ലാതെ ഒരു വഴിയില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? മോക്ഷം വേണോ? ജ്ഞാനം ഉണ്ടാക്കിക്കോളൂ. ജ്ഞാനം വേണോ? ഭക്തി വരുത്തട്ടെ. ഭക്തി വേണോ? അല്ലാതെ ഉള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് നമ്മളെ കൊണ്ട് എത്തുവോ? ജ്ഞാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഭക്തി മാർഗത്തിലൂടെ പോകും. എന്നാൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കഥാശ്രവണം. അപ്പൊ കഥാശ്രവണം ഉണ്ടെങ്കിൽ എന്ത് വേണം? സജ്ജനങ്ങളുമായിട്ട് ചേർച്ച വേണം. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടുന്നു. ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികലേഷണന്മാരായി സദാ ഭക്തന്മാരായി നൃത്ത അഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി പുഷ്ടമാനസന്മാരായി ബ്രഹ്മതത്പരരായി ശിഷ്ടചാരീകപരായണന്മാരായി നിത്യം യോഗാർത്ഥം ജനനിയമാതി സമ്പന്നരായി ഏകാന്തേ ശമ സാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവത്കഥാശ്രവണേരതിയുണ്ടാം. സജ്ജനങ്ങളായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഭവത്കഥാശ്രവണേരതിയുണ്ടാം. ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാന ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാനം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും, ശ്രീരാമചന്ദ്ര സ്വാമിയോട് പറയാണ്, ആകയാൽ ത്വൽഭക്തിയും നിങ്ങളെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധേ. ഇങ്ങനെ ഒരു ഭക്തി മാർഗത്തിലേക്ക് ഒരു അപേക്ഷ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, സീതയാഥാർത്ഥം